ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 2017 ഡൊമിനോറിൻ്റെ ക്വിക്ക് റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ XC എഞ്ചിനാണ് പറയുക. ഈ എഞ്ചിൻ ഒരു 35 bhp പവർ തരുന്ന എഞ്ചിനാണ്. പുതിയ ഡൊമിനാർ നോക്കുമ്പോൾ അത് DOHC ഡ്യുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് എഞ്ചിനാണ് വരിക. അതൊരു 40 bhpൻ്റെ അടുത്ത് പവർ തരുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പുതിയ ഡൊമിനാറാണ് കൂടുതൽ പവറും പെർഫോമൻസ് എല്ലാം കിട്ടുക. അതുപോലെ മൈലേജും ഈ DOHC എഞ്ചിനാണ് കൂടുതൽ മൈലേജ് കിട്ടുക. ഈ വണ്ടി 2017 വണ്ടി ഏകദേശം ഒരു 25-28 ആ റേഞ്ചിലാണ് ഈ വണ്ടി മൈലേജ് വരിക. പുതിയതാകുമ്പോൾ ഒരു 30-32 33 ആ റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് കിട്ടും. ആ മൈലേജിൻ്റെ കാര്യത്തിലും പുതിയ ഡൊമിനാറാണ് കൂടുതൽ. പിന്നെ ഈ വണ്ടിയുടെ മെയിൻ്റെനൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെയിൻ സ്പോക്കറ്റിന് ഒരു 3800 രൂപ ചെയിൻ സ്പോക്കറ്റിന് വരും. ചെയിൻ സ്പോക്കറ്റാണ് ഒരു 10,000-15,000 കിലോമീറ്ററിലൊക്കെ മാറേണ്ടി വരിക. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഷോക്ക്, അതായത് ഫ്രണ്ട് സ്റ്റെമ്മിൻ്റെ ഓയിൽ സീൽ പോലാണ് അടുത്തതായിട്ട് വരുന്ന കംപ്ലയിൻറ്റ്. അതിനൊരു 712 രൂപ ഓയിൽ സീലിന് വരും. സ്റ്റെമ്മിനൊരു 650 രൂപ സ്റ്റെമ്മിന് വരും. അങ്ങനെയാണ് ഈ വണ്ടിയുടെ മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരുന്ന സാധനത്തിൻ്റെ പ്രൈസ്. പിന്നെ ഇതിൻ്റെ ഓയിലൊരു 1200 രൂപയ്ക്ക് ഈ മുട്ടുകൾ പോലെയുള്ള ആഫ്റ്റർ മാർക്കറ്റ് ഓയിൽസിന് റേറ്റ് വരും. അങ്ങനെയാണ് ഈ വണ്ടിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ. പുതിയ ഡൊമിനാറാണ്, കുറച്ചും കൂടി പെർഫോമൻസും പവറും എല്ലാം കൂടുതൽ പുതിയ ഡൊമിനാറാണ്. പഴയ ഡൊമിനാർ കുറച്ചെല്ലാം കുറവ് തന്നെയാണ് പുതിയ ഡൊമിനാറിനെ വെച്ച് നോക്കുമ്പോൾ, മൈലേജിൻ്റെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും. അതുപോലെ സൈലൻസർ അടക്കം കുറച്ച് സൗണ്ട് കൂടുതലല്ല പുതിയ ഡൊമിനാറാണ്, കുറച്ചും കൂടി നല്ല സൗണ്ടും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഇത്രത്തോളം ഞാൻ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ്റെ സൗണ്ടോടെ വീഡിയോ അവസാനിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ടതിൽ നന്ദി.